വെറൈറ്റി കണ്ടപ്പോ വന്നതാണ്. നല്ല മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റമാണ്. വന്നപ്പോ തന്നെ ഞാൻ സർപ്രൈസ്ഡ് ആയി. കാരണം ഇത്ര നല്ല സെലക്ഷൻസ് എല്ലാം ഇങ്ങനെ എല്ലാം ഒന്നിനൊന്ന് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് തന്നെ. ഇത് കുറച്ച് ഹൈലൈറ്റ് അല്ലേ? അതെ, പിന്നെ തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യേണ്ട. ഈ ഒരു ബ്രാൻഡ് നിങ്ങളുടെ കടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കട എല്ലാം ഉണ്ടാവും. റയോണിൽ ബോട്ടം വരുന്നതാണ് പരിസ ബ്രാൻഡിന്റെ വലിയ പ്രിന്റ് ആണ്, എല്ലാവർക്കും താല്പര്യം. കുർത്തീസിലും പ്ലസ് സൈസ് ഉണ്ട്, ഫീഡിങ് കുർത്തീസുകളും കോട്ട് സെറ്റ് വരുന്നത് അല്ലേ? അത് കോട്ട് സെറ്റ് ആണ്. നിങ്ങൾ വരുമ്പോഴും ഈ ഡയലോഗ് തന്നെ പറയും, ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഉണ്ടാവും. ചെന്നിനെ ഫോളോ ചെയ്താണ് സത്യത്തിൽ ഇവിടെ എത്തിയത്. ഏത് മൂടാ? ഓണം മൂഡ്. ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ ഒരു സെക്ഷനാ വരുന്നത് കേട്ടോ. ഫരിഷ്ത എന്നുള്ള ഒരു ബ്രാൻഡാടാ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ എറണാകുളത്ത് തന്നെയാണ് കേട്ടോ. ഇന്ന് വന്നിരിക്കുന്ന ഒരു സിംഗിൾ ബ്രാൻഡ്. ഈ ഒരു ബ്രാൻഡ് നിങ്ങളുടെ കടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കട എല്ലാം ഉണ്ടാവും. ആ മാതിരി ബ്രാൻഡാണ്. അതും ഒരു 10-15 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, 10-15 വർഷമായിട്ട് ഈ ഒരു ബ്രാൻഡ് നമ്മുടെ ഇടയിൽ കിടന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് എവിടെന്നാ വരണേന്ന് അറിയോ? ഈ ഒരു ബ്രാൻഡിന്റെ പേര് പറയാം, ആദ്യം ടെൻഷൻ അടുപ്പിക്കുന്നില്ല. ബ്രാൻഡിന്റെ പേര് വരുന്നത് ഫരിഷ്ത. ഫരിഷ്തയിൽ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്? മൊത്തം ലേഡീസിന്റെ ഐറ്റംസ് ആണ്. അതും എറണാകുളത്ത് നമുക്ക് ഡയറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ബുട്ടിക്കിൽ വന്ന ഒരു ഫീലിംഗ് ആണ്. ആക്ച്വലി ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ, കുറച്ച് ഗ്യാപ്പ് കിട്ടുമോ ഞങ്ങക്ക് കേറാൻ? തിരക്കിലായില്ലേ? ഓണം കച്ചവടം തുടങ്ങി. ഈ മൈക്കൊന്ന് ഞാൻ വെച്ചോട്ടെ. ആക്ച്വലി നമ്മളിവിടെ വന്നു കഴിഞ്ഞ ഒരു ബുട്ടിക്ക് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. മൊത്തം ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണ് അല്ലേ ഇത്? ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഇനി എന്താണ് ഫരിഷ്ത? ഫരിഷ്ത നമ്മൾ കച്ചവടക്കാരുടെ ഇടയിൽ ഇതൊന്നും ഒരു പുതുമയല്ല, എന്നാലും നമ്മൾ കണ്ടുപിടിച്ചോട്ടെ ഇത് എവിടെന്നാണ് ഈ വരുന്നത്. ഇവിടുന്നല്ല എല്ലാം കടയിലേക്ക് പോണത്. ഓക്കെ, നമ്മുടെ ഈ ഫരിഷ്ത ബ്രാൻഡിൽ എന്തൊക്കെ അവൈലബിൾ ആണ്? നമ്മളിവിടെ കുർത്തീസ് ഉണ്ട്, ചുരിദാർ മെറ്റീരിയൽ ഉണ്ട്, കോട്ട് സെറ്റ്സ് ഉണ്ട്, ബോട്ടം ഉണ്ട്. ഫരിസയുടെ ബ്രാൻഡിൽ വരുന്ന ഐറ്റങ്ങളാണ് ഇവിടെ എല്ലാം. ഇപ്പൊ മാർക്കറ്റിൽ കളിക്കുന്ന ഐറ്റംസ് എല്ലാ വെറൈറ്റീസും നമ്മൾ അത് മെറ്റീരിയൽ വൈസ് ആയാലും അതുപോലെ അതിന്റെ ട്രെൻഡ് മോഡൽ എല്ലാ വൈസ് ആയാലും അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇവരൊന്ന് വീഡിയോയിൽ എടുത്തിട്ട് ഒരു റിവ്യൂ ചോദിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളൊന്ന് വീഡിയോയിൽ എടുത്തോട്ടെ. ഇപ്പോൾ ഓണമാണ്, ഓണത്തിന്റെ കച്ചവടം സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ കളക്ഷൻസ് ആണ് ഇതൊക്കെ. കണ്ടോ, നല്ലൊരു പ്രീമിയം ലുക്കാണ്. പക്ഷെ റേഞ്ച് വൈസ് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇവിടെ സ്റ്റാർട്ടിങ് റേഞ്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. ആ മാതിരി കളക്ഷൻസ്. ഇനി ഇവരെ അഭിപ്രായം ചോദിക്കാം. ഒന്നും ഇങ്ങോട്ട് തിരിയോ? സാരില്ല, ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞോളാം. ഇങ്ങോട്ട് എന്താ പേര്? എന്റെ പേര് രത്ന. എവിടെയാ സ്ഥലം? ആലുവ. സ്ഥിരം നമ്മളിവിടെ വരാറുണ്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആണോ? ഇത് ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വന്നാണ്. ഇൻസ്റ്റയിലെ ഇത് കണ്ടിട്ട് വന്നത്. ഇവരുടെ ഓൺ എന്നുവെച്ചാൽ ഇവർക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്. ആ പേജിൽ എപ്പോഴും ഓരോ വെറൈറ്റി കണ്ടപ്പോ വന്നതാണ്. ഇല്ലേ, കളക്ഷൻസ് വെറൈറ്റീസ് ഒക്കെ ഞങ്ങളത് കണ്ടിട്ട് വന്നതാണ്. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ളൂ തോന്നുന്നുണ്ട്. വന്നിട്ടുള്ളൂ, സെലക്ട് ചെയ്യാൻ തുടങ്ങണുള്ളൂ. ആലുവയിലാണോ ഷോപ്പ്? അല്ല, ഞങ്ങളിങ്ങനെ വീട്ടില് പൊട്ടിക്ക് പോലെ ചെയ്ത് കൊടുക്കണതാണ്. സ്റ്റിച്ചിങ്ങും കൂടി എല്ലാം കൂടി ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടിയിട്ടായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഒരു ബുട്ടിക്ക് ടേസ്റ്റും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതും കുർത്തീസിലൊക്കെ ആണെങ്കിൽ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. ഇതന്നെ കണ്ട നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതൊരു അല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഓണത്തിനൊക്കെ ഇത് സാധാരണ അല്ല, സർവ്വസാധാരണയല്ല. ഇത് കുറച്ച് നല്ല അടിപൊളി ലുക്കാണ്. ഇതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്. എന്തായാലും ഇത് നമ്മൾ വീഡിയോയിൽ കാണിക്കും. ആദ്യം നമുക്ക് അൺസ്റ്റിച്ചഡ് വെച്ച് തുടങ്ങാം. എന്തായാലും കണ്ടിന്യൂ ആൻഡ് താങ്ക് യു. ഇനി ഈ ഒരു മൈക്ക് ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഇപ്പൊ ഈ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെ എന്താ? ഇത് ചുരിദാർ അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ്. നമ്മള് ഇതൊന്നും അവര് നോക്കിയിട്ടുള്ള ഇത് ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഡിഫറെന്റ് വെറൈറ്റിയിലുള്ള കോട്ടൺ അക്കോബയിൽ വരുന്നതുണ്ട്, ടെസറിൽ വരുന്നതുണ്ട്, ജാംദാനി സിൽക്സിൽ വരുന്നതുണ്ട്, അങ്ങനെ ജോർജറ്റിൽ വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഐറ്റങ്ങൾ. സിൽക്കിൽ വരുന്നുണ്ട്. നല്ല ഡിഫറെന്റ് ഐറ്റങ്ങൾ. സിൽക്ക് എന്ന് പറയുമ്പോ ഒക്കെ പ്യുവറിൽ വരുന്നതാണ് കേട്ടോ മൊത്തം വരുന്നത്. അതില് ഗോട്ടാപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ്, പിന്നെ ദുപ്പട്ടയും കുറച്ച് ഹെവി ദുപ്പട്ട, മിററിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് സാമ്പിൾ മാത്രമാണ്. എക്സ്പീരിയൻസ് സെന്റർ ആണ്. എത്ര പീസ് വേണമെങ്കിലും നമുക്ക് ബൾക്ക് പറയുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഗോഡൗണിലാണല്ലേ? ഓക്കെ, ഇത് ഹക്കോബയില് അതില് നമുക്ക് ദുപ്പട്ട വരുന്നുണ്ട്, കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത്. ഒക്കെ എന്ത് ഐറ്റം നമ്മൾ എടുത്താലും ഒക്കെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമുക്ക് ഫീലിംഗ് കിട്ടുക കേട്ടോ, അല്ലേ? ജോർജറ്റിലുള്ളതാണ്. നല്ല പക്ക പ്യുവർ ജോർജറ്റ്. അതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. ദുപ്പട്ട ബ്രാസോര ദുപ്പട്ട അല്ലെ, ബ്രാസോ സ്റ്റൈലില് അതില് ആ ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ നമ്മൾ കാണിക്കുന്നതിൽ ഇതില് നമുക്ക് കളർ ചേഞ്ച് അങ്ങനെ എല്ലാത്തിനും കളർ ഓപ്ഷൻസ് ഉണ്ട്. 4 കളേഴ്സ് വരും എല്ലാത്തിലും. പക്ഷെ ഈ 4 കളർ അങ്ങനെ
സെറ്റ് വൈസ് ആണ് നമ്മൾ എടുക്കണം. കാരണം ഇത് ഹോൾസെയിൽ ആണ്, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഹോൾസെയിൽ ആണ്. കച്ചവടക്കാര്, ബുട്ടിക്കാര്, സ്റ്റിച്ചിങ് യൂണിറ്റുകാര്, അങ്ങനെ എല്ലാവർക്കും ഇവിടെ സ്വാഗതം. ഇത് പ്യുർ ജോർജറ്റിലാണ്. പ്യുർ ജോർജറ്റിൽ കേട്ടോ. ഇത് പ്യുർ ജോർജറ്റ്. കളേഴ്സ് കിട്ടും, കളേഴ്സ് അവൈലബിൾ ആണ്. ഒക്കെ എന്ന് വെച്ചാൽ പ്രീമിയം രീതിയിലാണ്. എന്നാൽ റേറ്റ് വൈസ് അത്ര ഇല്ല. കാരണം ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് ഭയങ്കര റീസണബിൾ റേറ്റിലാണ്. പ്രിന്റിലുണ്ട്. അതുപോലെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞാൽ കോട്ടൺ ഉണ്ട്, ജോർജറ്റ് ഉണ്ട്, സിൽക്കിലുണ്ട്, ടെസറിൽ വരുന്നുണ്ട്, എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ എല്ലാം. ഓക്കെ, എന്ന് വെച്ചാൽ മാർക്കറ്റിൽ നടക്കുന്ന എല്ലാ ഐറ്റം. പിന്നെ പ്യുർ വൈറ്റ് എന്ന് പറയുമ്പോൾ വിചിത്ര സിൽക്സിൽ വരുന്നതാണ്. വിചിത്ര സിൽക്സിൽ വരുന്നത് വിചിത്ര സിൽക്ക്. അതിൽ യോക്കിൽ വന്നിട്ട് ഒരു ഡബിൾ ഷെയ്ഡ് ആണ് ഇത് വരുന്നത്. അതെ, ഡബിൾ ഷെയ്ഡ്. നമുക്ക് ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ഇനി ഓണത്തിനായാലും നമുക്ക് ഉടുക്കാൻ അടിപൊളി ഒരു വൈറ്റ് ഷെയ്ഡ് കാന്താവർക്ക് വന്നിട്ട് നെക്കില് കാന്താവർക്ക് വന്ന വർക്ക്. അപ്പൊ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. വരിക, നോക്കുക, കുറെ കളക്ഷൻസ് ഉണ്ട്. ഒക്കെ ബുട്ടിക് ടേസ്റ്റ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. അപ്പൊ ബുട്ടിക് ടേസ്റ്റിലുള്ള ഒരു ഫരിഷ്ത ഈ ഒരു ബ്രാൻഡ് തന്നെ ലിനനിൽ വരുന്നതാണ്. ഡിജിറ്റൽ ദുപ്പട്ട വന്നിട്ട് ലിനനിൽ അല്ലേ? അതെ അതെ, ലിനനിൽ വരുന്ന ഒരു കളക്ഷൻ. ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ റേറ്റ് എനിക്ക് കാണിക്കാനും പാടില്ല. നമുക്ക് റേറ്റ് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർജിൻ ഇട്ട് സെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു 10-15 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് സെന്റർ ആണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് മൊത്തം കുർത്തീസ് ആണ് അല്ലെ, ഈ കാണുന്നത് മൊത്തം. അപ്പൊ നമ്മളിപ്പോ ഇതിൽ നിന്ന് ഇഷ്ടപ്പെടണം. ഇപ്പൊ ഇവര് ചൂസ് ചെയ്യുന്നത്, ഇപ്പൊ ഈ കസ്റ്റമർ ഇങ്ങനെ ഓരോന്നോരോ ചൂസ് ചെയ്ത്, ഈ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുക? അതിന്റെ സെറ്റ് ഉണ്ട് നമ്മളെ സെറ്റ് വൈസ് നമ്മൾ കയ്യോടെ കൊണ്ടുപോകണേ കൊണ്ടുപോകാം. ആറ് നിങ്ങൾ പറയുന്ന കൊറിയറിൽ നമുക്ക് ഓൾ ഓവർ എവിടെ വേണേലും എത്തിച്ചു തരാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് കുർത്തീസിന്റെ കളക്ഷൻ ഒന്ന് നോക്കാം. തീർച്ചയായും. ഓക്കെ, നമുക്ക് ഇനി കുർത്തീസിലേക്ക് കയറാം. കുർത്തീസിന്റെ വെറൈറ്റീസ് കുർത്തീസിൽ കോട്ടണിൽ വരുന്നതാണ്. പക്ക കോട്ടണില്, പ്യോർ കോട്ടണില്. അതുപോലെ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഓണം കഴിഞ്ഞാലും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനും കൂടിയാണ്. അപ്പൊ രണ്ടിനും കൂടിയിട്ട് മൂവ് ആവുന്ന വിധത്തിൽ ഇനി ഇത് കുർത്തിയായി. കുർത്തീസിന്റെ ഇനിയും വെറൈറ്റീസ് കിടക്കുന്നേ ഉള്ളൂ കാണാനായിട്ട്. ഓവർകോട്ട് ടൈപ്പ് വരുന്നത് ഇതില്ലേ, ഓവർകോട്ടിൽ വരുന്നത് കോട്ടണിലാണ്. കോട്ടണിൽ വരുന്നത്. അതില് ഇതിന്റെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് സിംഗിൾ, അതിൽ കളേഴ്സ് പ്രിന്റ് ഇങ്ങനെ മാറ്റങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഫ്ലയർ ടൈപ്പ് ആയിട്ട് വരുന്നത്. പെട്ടെന്ന് കാണിച്ചു പോവാം. കുറെ വെറൈറ്റീസ് ഉണ്ട്. ജസ്റ്റ് ഹിന്റ് തരുന്നത് മാത്രമല്ല, കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം പ്രീമിയം ലുക്കാണ് കേട്ടോ. ഫീലിംഗ്, ആ ക്ലോത്ത് തൊടുമ്പോഴുള്ള ഒരു ഫീലിംഗ് അടിപൊളിയാണ്. ഇത് നോക്കിയേ, ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഹാൻഡ് വർക്കില്, ഈ ഹാൻഡ് വർക്കും നിങ്ങളുടെ ഓൺ തന്നെയാണ്. ഇവര് ആക്ച്വലി ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളത്താണ് ആദ്യം പറഞ്ഞു പോയി, പക്ഷെ ഇവിടെ എറണാകുളത്ത് വന്ന ഒരു ഫീലിംഗ് അല്ല, മുംബൈയിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആ കിട്ടാ ഇല്ലേ? ഓക്കെ, ഇത് കൂടാണ്ട് നമുക്ക് ഇനി അടുത്ത കളക്ഷൻ ഒന്ന് കാണിച്ചെന്നാ. ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുള്ളത് ഇതൊക്കെ സിംഗിൾ കുർത്തീസ് അല്ലേ വരുന്നത്? സിംഗിൾ കുർത്തീസ് ആണ് വരുന്നത്. വിത്ത് ബട്ടന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷൻ. ഇതിലെ പ്രിന്റ്സ് ഒക്കെ നമുക്ക് വേറെ കിട്ടും കേട്ടോ. ഇതൊരു കോട്ടണില് പാനൽ വർക്കാണ്, അനാർക്കലി സ്റ്റൈലിലാണ്. ഇതിന്റെ പ്രിന്റും അവൈലബിൾ ആണ്. ഫുൾ ത്രെഡ് വർക്ക്, ഒരു ചിക്കൻ കറി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതുമല്ല, എന്നാൽ അതുപോലത്തെ ഫീലിംഗ് കേട്ടോ. ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്നത്. ഹാൻഡ് മീൻസ് കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. ഒക്കെ ഓരോരോ ഫൈബ്രിക് തൊടുമ്പോൾ ഓരോ ഡിഫറെന്റ് ഫീലിംഗ് ആണ് വരുന്നത്. ഒക്കെ നല്ല ക്വാളിറ്റിയിലായിട്ടും, അതും അഫോർഡബിൾ റേഞ്ചില്. ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ നല്ല അടിപൊളി സ്ലീവിലും ഫുൾ വർക്കോട് കൂടിയിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ടേസ്റ്റ് അത് നമുക്ക് ഇവിടെ കിട്ടും ഫരിഷ്തയിൽ കേട്ടോ. ഇത് ഈ ഒരു ഡിസൈൻ കൂടി ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് ഹൈലൈറ്റ് അല്ലേ? ഹൈലൈറ്റ് ചെയ്യേണ്ട സംഭവമാണ്. ഇത് കാണിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ കുർത്തിയുടെ ഫുൾ ലുക്ക് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഇത് ഹക്കോബയിൽ വരുന്ന ഒരു സംഭവമാണ്. ഹക്കോബ പാനലായിട്ട് വരുന്നത്. കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ കുറെ കുർത്തീസ് അവൈലബിൾ ആണ്. ഈ കുർത്തീസ് ഒക്കെ നമ്മൾ കാണിക്കും. വാവ്, അടിപൊളിയാ. ഒരു പാർട്ടി വെയർ അല്ലേ? അതെ, പാർട്ടി വെയർ. ഇത് ഭയങ്കര നല്ല മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റമാണ്. ഈ ഒരു ഐറ്റം ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയട്ടെ, ഈ ദാമന്റെ പോർഷൻ കണ്ടോ, അതാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് വരുന്നത്. എല്ലാവരും മുകളിലൊക്കെ കുറേ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, പക്ഷെ ഫുൾ അടി വരെ ഒരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ഇതിലേക്ക് പാന്റ് വേണ്ട നമുക്ക്? പിന്നെ പാന്റ് ഉണ്ട്. പാന്റ് നമ്മൾ ബോട്ടുള്ള കോട്ട് സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓൺലി പാന്റ് നമ്മൾ ബോട്ടം ഉണ്ട്. വേറെ പാന്റ് സെപ്പറേറ്റ് അതെവിടെയാ കാണിക്കാം? ഓക്കെ, ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് പാന്റുകളുണ്ട്. ഇത് റയോണില് ബോട്ടം വരുന്നതാണ് ഫരിസ ബ്രാൻഡിന്റെ. അതെ,
ഇത് നോർമൽ ആ ഒരു ഇതിലാ എല്ലാ വരുന്നത് സൈസിലുണ്ട് നമ്മള് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പാറ്റേണിന് വരുന്നത് അല്ലെങ്കിൽ പലാസോ ടൈപ്പ് ഒറ്റ പാറ്റേണിലാണ് ഒറ്റ പാറ്റേണിലാണ് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ കളേഴ്സ്, നല്ല സോളിഡ് കളേഴ്സ് ഉണ്ട്, നല്ല കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഫരിഷ്ത ബ്രാൻഡിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. സൈസസ് എങ്ങനെയാ വരുന്നത്? നമുക്ക് സൈസ് L to 5XL വരെ വരുന്നത്. 5XL സൈസ് വരെ വരുന്നുണ്ട്. ബോട്ടം വെയറിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യണം, എങ്ങനെ എടുക്കണം? സൈസ് വൈസ് ആണ് വരുന്നത്. എത്ര ഒരു L to 3XL പിന്നെ 4, 5 സെപ്പറേറ്റ് അങ്ങനെയാണ് എടുക്കുന്നത്. കുർത്തീസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്കറിയാം സാധാരണ മീഡിയം, ലാർജ്, XL, XXL. പക്ഷെ പാൻസിന്റെ കാര്യം വരുമ്പോൾ ചിലർ കൊടുക്കാറുണ്ട് സിംഗിൾ ആയിട്ട്. റൈറ്റ് ഡിഫറൻസ് വരും. പ്ലസ് സൈസ് വരുമ്പോൾ റേറ്റ് ഒരു പ്ലസ് സൈസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ നമ്മൾ ഇരിക്കുന്ന കുർത്തീസിലും പ്ലസ് സൈസ് ഉണ്ട്, ഫീഡിംഗ് കുർത്തീസുകളും ഉണ്ട്, മെറ്റർണിറ്റി വെയർ എല്ലാം ഉണ്ട്. ഓ എന്നുവെച്ചാൽ ഇതൊരു കംപ്ലീറ്റ് നമുക്ക് ഫാമിലി എന്ന് പറയുമല്ലോ, ഒരു ലേഡീസ് ഒരു സാരി മാത്രമില്ല, ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. ട്രെൻഡി ആയിട്ടുള്ള മോഡേൺ ആയിട്ട് നടക്കുന്ന ഐറ്റംസ്, എത്നിക് ആയിട്ടുള്ളത്, ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇനി എല്ലാവർക്കും വേണ്ടത് കോട്ട് സെറ്റ് അല്ലേ? കോട്ട് സെറ്റിലും ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതും വലിയ പ്രിന്റ് ആണ്, എല്ലാവർക്കും താല്പര്യം. ഇതിന്റെ ശരിക്കുള്ള ആക്ച്വൽ ലുക്ക് കാണണമെങ്കിൽ അങ്ങോട്ട് ഒന്ന് തിരിഞ്ഞാൽ മതി കേട്ടോ. ഇതിന് ഇട്ടിട്ടുള്ള ഒരു ലുക്ക് വെയർ ചെയ്യുമ്പോഴാണ് അതിന്റെ കറക്റ്റ് പെർഫെക്റ്റ് ഫിനിഷിങ്ങും ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത് മൂന്നും കോട്ട് സെറ്റ് വരുന്നത് അല്ലേ? ഇതെല്ലാം മിക്കത്തിന്റെ പ്രിന്റ്, പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. വലിയ പ്രിന്റ്, കുറച്ചുകൂടി പ്രിന്റ്, വൺ സൈഡ് പോക്കറ്റ് വരുന്നതുണ്ട്. ഇതൊക്കെ പ്യുവർ കോട്ടൺ അല്ലേ? അത് പ്യുവർ കോട്ടൺ, ഫ്ലെക്സ് കോട്ടണിലാണ്. ഇത് വെർട്ടിക്കൻ സിൽക്കിലാണ്. എല്ലാ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. ഇത് പ്രിന്റ് ടോപ്പ് വിത്ത് പ്ലെയിൻ ബോട്ടം വരുന്നത് കോട്ട് സെറ്റിൽ തന്നെ 2 പീസിൽ വരുന്നുണ്ട്. ഇത് പ്രിന്റ് ടോപ്പ് വിത്ത് പ്രിന്റ് ബോട്ടം തന്നെ. ഇതിന്റെ കൂടെ 2 പീസ് ആയിട്ടുള്ളത്. ഇനി സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്, കുറെ ഒന്നും കാണിച്ചിട്ടില്ല. ഇവിടെ ഉള്ള സാമ്പിൾസ് എല്ലാം കാണിക്കാൻ തന്ന ഒരു പിക്ചറായി മാറും. ഓക്കെ, ഇതൊരു ലൈറ്റ് ഷെയ്ഡില് ഫുൾ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിനെല്ലാത്തിനും കളേഴ്സ് അവൈലബിൾ ആണ്. അതെ, ഇത് ഫുള്ളി വർക്കോട് കൂടി. ഇനി നമുക്ക് ഇപ്പൊ ഈ കാണിച്ച ഈ പീസ് ഇപ്പൊ ഇവിടെ എത്ര സാമ്പിൾസ് ഇരിക്കണ്ടാവും മൊത്തം? ഒരു 500ഓളം സാമ്പിൾസുകളുണ്ട്. 500ഓളം സാമ്പിൾസ് കുർത്തീസിൽ മാത്രമാണ് എനിക്ക് തോന്നണേ. ബാക്കി അൺസ്റ്റിച്ചഡിൽ വേറെ ടോട്ടൽ ഒരു 1500 പ്ലസ് സാമ്പിൾസ് മാത്രം കാണും. കാരണം ഈ ഒരു കുർത്തീസ്, കോട്ട് സെറ്റ്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, ഇത് കൂടാണ്ട് പാൻസ്, അങ്ങനെ എല്ലാം കൂടിയായിട്ട് ഒരു 1500 ആ ഒരു റേഞ്ചിലായിട്ട് പറയണത്. സാമ്പിൾസ് അല്ല, ചിലർ ഇതിന്റെ ഇടയിൽ സ്കിപ്പ് ചെയ്തിട്ട് 1500 റേഞ്ച് ആണോ പറഞ്ഞൊരു ഡൗട്ട്. നോ നോ നോ, ഇതൊക്കെ ഫരിഷ്ത ബ്രാൻഡ് എന്നുള്ള ഒരു ഒറ്റ സിംഗിൾ ബ്രാൻഡിന്റെ മോഡൽസ്, ഡിസൈൻസ്, പാറ്റേൺസ് ഒക്കെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. സത്യല്ലേ? അതെനിക്ക് വന്ന ഫീലിംഗ് ഞാൻ എന്റെ മനസ്സുകൊണ്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ വരുമ്പോഴും ഈ ഡയലോഗ് തന്നെ പറയും, ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഉണ്ടാവും. യെസ്. അടുത്തത് കേട്ടോ, ഇതൊരു ഫാൻസി കോട്ട് സെറ്റ് ആയിട്ട് കുറച്ചുകൂടിയും സ്റ്റാൻഡേർഡ് പാർട്ടി വെയർ കോട്ട് സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്യാം. അതും ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം നമുക്ക് കാണിക്കാൻ നിന്നാൽ കാണിച്ച് ഇപ്പൊ ഈ അറ്റം തൊട്ട് ഈ ഫുൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഈ കാണുന്നത് മൊത്തം ഇരിക്കുന്നത് ഫുൾ സാമ്പിൾസ് എല്ലാം പോസിബിൾ അല്ല. യെസ്, ജീൻസിന്റെ കൂടെയോ നോർമൽ പാൻസിന്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത്. ഒരു 10ഓളം കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഇതിലും എടുക്കുമ്പോ സെയിം അത് കുർത്തീസ് പോലെ തന്നെയല്ലേ? പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ ബുട്ടിക്ക് ഇട്ടൊരു അവർക്ക് ഡെഫിനറ്റ്ലി ഒരു കസ്റ്റമർ വരുമ്പോൾ നല്ല രീതിയിൽ മൂവ്മെന്റ് വേണമെന്ന് വെച്ചാൽ കച്ചവടം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫരിഷ്ത ബ്രാൻഡ് ചൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, ഇതൊക്കെയാണ് കളക്ഷൻസ്. ഇവര് ഗോഡൌൺ, നമുക്ക് ഗോഡൌൺ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? കാണിക്കാം, നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യാം. എന്നുവെച്ചാൽ ഇവിടെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങൾ. നമുക്ക് അടുത്തൊരു കളക്ഷൻ 3 പീസിലും കളക്ഷൻസ് ഉണ്ട്. 3 പീസിന്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ കസ്റ്റമറുടെ തിരക്കൊന്നൊന്ന് തിരിച്ചു കാണിച്ചു കൊടുത്താൽ നമ്മളിവിടെ സൈഡിൽ ഒതുങ്ങി നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമർ ഇവർ നേരത്തെ ഫസ്റ്റ് വന്നവരോ, അതുകൂടാണ്ട് അവിടെയും കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ ചേച്ചി, ആ ചേച്ചീനെ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ആ, വിളിച്ചപ്പോഴേക്കും വന്നു കേട്ടോ. ഇങ്ങനെ ഓരോരുത്തരുടെ റിവ്യൂ കാണുമ്പോൾ കേൾക്കുമ്പോഴെല്ലാം ഒരു സൗകര്യം. എന്ത് വേണം നമുക്ക് ഇവിടുത്തെ റിവ്യൂ വേണം. ഇവിടെ ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? ആണ്, ഫസ്റ്റ് ടൈം ആണ്. ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ശരിക്കും ഒത്തിരി കഷ്ടപ്പെട്ട ഇവിടെ എത്തിയത്. ഒത്തിരി തെരഞ്ഞു നടന്നു. എറണാകുളം സിറ്റിക്കുള്ളിലല്ലേ, മാർക്കറ്റിലല്ലേ?
ആക്ച്വലി നമ്മുടെ എറണാകുളംകാരി അല്ല, തൃശ്ശൂർക്കാരി അല്ല. പിന്നെ ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ വന്നത് എവിടുന്നാണ്? ഞാൻ വയനാട്. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. ബുദ്ധിമുട്ടൊന്നുമില്ല, നിലത്ത് നിന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ചോദിക്കാം ഇത് എവിടെയാണ് അങ്ങനെയാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇപ്പൊ വന്നോടത്തോളം നമുക്ക് ഈ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താണ് സത്യത്തിൽ ഇവിടെ എത്തിയത്. താങ്ക് യു. അപ്പൊ വന്നപ്പോ തന്നെ വേഗം വന്നപ്പോ തന്നെ ഞാൻ സർപ്രൈസ്ഡ് ആയി. കാരണം ഇത്ര നല്ല സെലക്ഷൻസ് എല്ലാം ഇങ്ങനെ എല്ലാം ഒന്നിനൊന്ന് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് തന്നെ. നല്ലൊരു എടുക്കാൻ പറ്റുമോന്ന് ഇപ്പൊ അറിയില്ല. അടിപൊളിയാണ്, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ഏത് വേണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ. എല്ലാം എടുക്കേണ്ടി വരും. 1000-1500 ഡിസൈൻസ് തന്നെ ഇവിടെ ഉണ്ട്. ഏത് എടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അങ്ങനെയാണ് ചേച്ചി പറഞ്ഞോണ്ടിരിക്കുന്നത്. പേര് ഷിജി. കുറച്ച് വെള്ളം കുടിക്കട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. തിരക്ക് കാരണം സാറ് പോയി. അപ്പൊ നിവർത്തിയൊന്നുമില്ല. ഇനിയിപ്പൊ നമുക്ക് 3 പീസ് കളക്ഷൻ കൂടി കാണിക്കണം. അപ്പൊ കസ്റ്റമറുടെ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ അത് ആ വഴിക്ക് നിൽക്കട്ടെ. എന്തായാലും 3 പീസ് കളക്ഷന്റെ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇതിലിപ്പോ പ്രീമിയം കളക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഫുൾ പാർട്ടി വെയർ കളക്ഷൻ, സോളിഡ് ഷെയ്ഡിൽ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് വിത്ത് പാൻറ് ആൻഡ് അടിപൊളി ഒരു ദുപ്പട്ടയാണ് വരുന്നത്. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇതല്ല, നമുക്ക് പാർട്ടി വെയർ കോൺസെപ്റ്റ് ഈ മെറ്റീരിയൽ വേണ്ട, നമുക്കൊരു വേറെ മെറ്റീരിയൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഷിമ്മറിൽ ചന്ദേരി ബേസിൽ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. ഇതും നല്ലൊരു വർക്ക്. ഇതൊക്കെ ഇവരുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ് കേട്ടോ. ഫുൾ ചെയ്യുന്നത് ഇൻഹൗസ് സംഭവങ്ങളാണ് ഈ എല്ലാ ഐറ്റംസ്. നേരത്തെ കാണിച്ചത് ഒരു സ്ട്രെയിറ്റ് ആണ്. ഇതൊരു ഏലിയൻ സ്റ്റൈലാണ് ഇത് വരുന്നത്. ഇതിലും വിത്ത് ദുപ്പട്ട അടക്കം വരുന്നുണ്ട് കേട്ടോ. പാൻറ് ആൻഡ് ദുപ്പട്ട ഫുൾ സെറീര വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാർട്ടി വെയർ തന്നെയല്ല, നമുക്കൊരു ഡെയിലി വെയർ കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ വേണമെന്ന് വെച്ചാൽ നമുക്കൊരു കോട്ടൺ ഉണ്ടല്ലോ, വീനെക്കോട് കൂടിയിട്ട് വരുന്നൊരു കളക്ഷനാണ് ഇത്. ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ട്രേറ്റ് ഫിറ്റിലാണ് ഇത് വരുന്നത്. ഫുൾ പ്രിൻറ്റ് പ്യോർ കോട്ടൻ്റെ വരുന്നത്. 3 പീസാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പാൻറ്റും അതുപോലെ തന്നെ മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട അടക്കം വരുന്നുണ്ട്. ഇനി ഓണമല്ലേ വരുന്നത്, ധാവണി വേണ്ടേ നമുക്ക്? യെസ്, ധാവണിയും ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു പാവാടയൊക്കെ ഇട്ട് നമുക്ക് നടക്കാനുള്ള ഒരു സെറ്റപ്പ്. ഇതിൻ്റെ കൂടെ ഈ ഒരു ബ്ലൗസ് അൺസ്റ്റിച്ചഡാണ് വരുന്നത്. അത് കൂടാണ്ട് ഇതൊരു ദുപ്പട്ട. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് സാമ്പിൾ കാണിക്കുന്നുള്ളൂ. ഫരിഷ്ത എന്നുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. അടിപൊളി കളക്ഷൻസ് ആണ്. പ്രീമിയം രീതിയിൽ നമുക്ക് എടുക്കാം. എന്നാൽ പ്രീമിയം എന്ന് കേൾക്കുമ്പോൾ പ്രീമിയം അല്ല, അഫോർഡബിൾ റേഞ്ചിൽ പ്രീമിയം കളക്ഷൻ, ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കേട്ടോ. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കളറിലാണ് ഇപ്പം ഞാൻ ധാവണി കാണിച്ചത്. അതല്ലാത്ത നമുക്ക് പ്ലെയിനിൽ നമുക്കൊരു ഫ്ലയർ ടൈപ്പ് ആയിട്ടുള്ളത്, നമുക്ക് ഓണത്തിന്റെ മൂഡ്. അപ്പൊ ഏത് മൂഡ്? നമ്മുടെ ഓണം മൂഡ്. യെസ്, അതല്ലടാ ഇതുവാ. എന്തായാലും അവളൊന്ന് കാണിക്കാം. ഇവിടെ സാറ് പോയി, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വെബ് അടിക്കണ്ട. വാ. അല്ല, ഏത് മൂടാ? ഓണം മൂഡ്. യെസ്. അപ്പൊ ഇതിൽ തന്നെ നമുക്കതാ ഇതുപോലെ തന്നെ ഫുൾ ബൂട്ട വർക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കളേഴ്സ്, ഡിസൈൻസ്, മോഡൽസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എവിടെയാ വന്ന് നോക്കണമെന്ന് വെച്ചാൽ ഇവർക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇൻസ്റ്റാ പേജിന്റെ പേര് എന്താ വരുന്നടാ? ഫരിഷ്ത ക്ലോത്തിങ് ബ്രാൻഡ്. ഞാൻ പിടിച്ചോളാം. ഫരിഷ്ത ക്ലോത്തിങ് ബ്രാൻഡ്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ആ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള മോഡൽസ്, ഡിസൈൻസ് എന്ന് വെച്ചാൽ 1-2 ഞാനൊന്ന് ഡിസൈൻസ് കാണിച്ചു കൊടുക്കുക. 1-2 ഡിസൈൻസ്, 1-2 മോഡൽസിൽ അവസാനിക്കുന്നതല്ല, ഒരു 1500+ ഡിസൈൻസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ 3 പീസ് കളക്ഷൻസ് ആയി. ഇനി നമുക്ക് നോർമലായിട്ട് അൺസ്റ്റിച്ചഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാണുന്നത് മൊത്തം അൺസ്റ്റിച്ചഡ് മെറ്റീരിയലാണ് കേട്ടോ. ഈ കാണുന്നത് ഇവിടെ കിടക്കുന്നതും ഇവിടെ കിടക്കുന്നതും അവിടെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോരുത്തർ. ഞാൻ ഇതിൽ നിന്നൊന്ന് എടുത്ത് കാണിച്ചു തരാം, ജസ്റ്റ് ഒരു സാമ്പിൾ പർപ്പസ്. യെസ്, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പാക്കിങ് വരുന്നത്. അതിലും എഴുതിയിട്ടുണ്ട് ഫരിഷ്ത. അപ്പം എവിടെ നോക്കിയാലും ഉണ്ട് ഫരിഷ്ത. അപ്പോൾ ഫരിഷ്ത എന്നുള്ള ബ്രാൻഡാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ ശരിക്കും വലിയ ബ്രാൻഡുകളൊക്കെ കേൾക്കില്ല, ആ ഒരു ബ്രാൻഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് ഫരിഷ്ത എന്നുള്ള ബ്രാൻഡ്. അതിൽ പല വേർഡ്സ്, പല മോഡൽസ് ഉണ്ട്. ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ ഒരു ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്താൽ മതിയിട്ട്. അതിൽ ഒക്കെ ആ ഒരു എന്താ പറയുക, കുറച്ചുകൂടി ഹൈപ്പ് എന്നുള്ള രീതിയിൽ. ഈ കാണുന്ന ഏരിയ മാത്രമല്ല കേട്ടോ, ഇവിടെയും ഉണ്ട്. ഇങ്ങോട്ട് വരും. ഈ കാണുന്ന ഈ ഒരു ഫുൾ സെക്ഷൻ ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിലാണ് ഉള്ളത്. അൺസ്റ്റിച്ചഡിൻ്റെ കുറച്ച് ഫസ്റ്റ് കാണിച്ചാൽ നമുക്ക് കുറച്ചുകൂടി പ്രീമിയം റേഞ്ചിലും അതിന് കുറച്ചുകൂടി എഫേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഫുൾ ഇരിക്കുന്നത്. അതിൽ ഇക്കത്തിൻ്റെ പ്രിൻ്റ് ഉണ്ട്, അങ്ങനെ അജ്രക്കിൻ്റെ പ്രിൻ്റ് ഉണ്ട്, ടസറിലുണ്ട്. എല്ലാ മെറ്റീരിയൽസ്
അൺസ്റ്റിച്ചിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ലൊക്കേഷൻ കറക്റ്റ് അറിയണ്ടേ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് പോസ്റ്റ് ഓഫീസ് റോഡിലാണ് കേട്ടോ. കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് മേനക ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് വഴിക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫരിഷ്ത എന്നുള്ളൊരു ബ്രാൻഡടാ.